നമ്മളെല്ലാവരും ചായപ്പൊടി വാങ്ങാറുണ്ടല്ലോ. ഇത് പല വിലയിലും പല ലേബലിലും നമുക്ക് മാർക്കറ്റിൽ നിന്നും കിട്ടാറുണ്ട്. തേയില എങ്ങനെയാണ് ദിവസവും നമ്മൾ കുടിക്കുന്ന ചായപ്പൊടിയായി മാറുന്നതെന്ന് നേരിട്ടറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഊട്ടിയിലെ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ദൊഡ്ഡബെട്ട കൊടുമുടിയുടെ താഴ്വരയിലുള്ള ദൊഡ്ഡബെട്ട ടീ ഫാക്ടറിയാണിത്. അവിടേക്കാണ് നമ്മൾ ഈ കയറിപ്പോകുന്നത്. ഫാക്ടറിയോടൊപ്പം ഒരു ടീ മ്യൂസിയവും ഇവിടെയുണ്ട്. ഈ ഫാക്ടറിയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഹോളിഡേ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയം തിരക്കൊട്ടുമില്ലായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടീ ഫാക്ടറി എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത് ടീ മ്യൂസിയത്തിലേക്കാണ്. ചായയുടെ ചരിത്രം, ഉത്ഭവം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2005 ഈ ഫാക്ടറി സ്ഥാപിച്ചത്. നീലഗിരി ചായകൾ ഉൽപ്പാദിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇവിടെ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ഫാക്ടറിയുടെ പ്രതിനിധി, അതായത് ഈ ഫാക്ടറിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിരുന്നു. വിവിധ തരം ചായകളെക്കുറിച്ചും സംസ്കരണ രീതികളെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ വിശദീകരിച്ച് തന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തേയില പ്രോസസ്സ് ചെയ്യുന്ന വിധമാണ്. 2 ഇലകളും 1 മൊട്ടും എന്ന രീതിയിലാണ് തേയില ചെടിയിൽ നിന്നും തേയില ഇലകൾ നുള്ളിയെടുക്കുന്നത്. ഈ ഇലകൾ നുള്ളിയെടുത്ത് വലിയ ചാക്കുകളിലാക്കി ഈ ഫാക്ടറിയിലേക്ക് എത്തിച്ചിട്ട് വലിയ ട്രേകളിലോ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റുകളിലോ വിതറിയിടുന്നു. അതിനുശേഷം ചെറിയ ചൂടുള്ള വായു കടത്തിവിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇലകളുടെ ഈർപ്പം കുറയ്ക്കുക എന്നുള്ളതാണ്. ഏകദേശം 50-60% ഈർപ്പം കുറയുമ്പോൾ ഇലകൾ മൃദുവായി വളയ്ക്കാൻ പറ്റുന്ന ആ അവസ്ഥയിലെത്തും. ഇങ്ങനെ വാട്ടിയെടുത്ത ഇലകളെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചതയ്ക്കുകയോ കീറുകയോ ചുരുട്ടുകയോ ഒക്കെ ചെയ്യുന്നു. ഇതിനെ CTC എന്നാണ് പറയുന്നത്, അതായത് ക്രഷിംഗ്, ടിയറിംഗ്, കർളിംഗ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലകളിലെ കോശങ്ങൾ പൊട്ടി അതിലുള്ള നീര് പുറത്തു വരുന്നു. ഈ നീര് വായുവിലേക്ക് കലരുന്നതാണ് അടുത്ത ഘട്ടത്തിന് അടിസ്ഥാനം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തിരുമിയെടുത്ത ഇലകൾ തറയിലോ ട്രേകളിലോ നേർമയായിട്ട് വിതറുന്നു. കനം കുറച്ച് വിതറിയിടുന്നു. പുറത്തു വരുന്ന നീരിലുള്ള രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കലർന്ന് ഓക്സീകരണം സംഭവിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ചായപ്പൊടിക്ക് അതിൻ്റെ തനതായ രുചിയും മണവും കടും ചുവപ്പ് കലർന്ന തവിട്ട് നിറവും ലഭിക്കുന്നത്. ഓക്സീകരണം പൂർത്തിയായ ഇലകളെ വലിയ ചൂളകളിൽ കടത്തിവിട്ട് ചൂടാക്കി ഉണക്കുന്നു. ഇതിലൂടെ ഓക്സീകരണം എന്ന പ്രക്രിയ പൂർണ്ണമായി നിർത്തുന്നു. ഇലകളിലെ ഈർപ്പം 3% വരെ കുറയ്ക്കുകയും ചായപ്പൊടിക്ക് വളരെ കാലം കേടുകൂടാതെ ഇരിക്കാനുള്ള ശേഷി നൽകുകയും ചെയ്യുന്നു. ഉണങ്ങിക്കഴിയുമ്പോൾ ഇലകൾ കടും തവിട്ട് നിറത്തിലുള്ള തരികളായി മാറുന്നു. ഉണങ്ങിയ ചായത്തരികളെ അതിൻ്റെ വലിപ്പമനുസരിച്ച് അരിച്ചെടുത്ത് തരംതിരിക്കുന്നു. നമ്മൾ കടകളിൽ കാണുന്ന ചെറുതും വലുതുമായ വിവിധയിനം ചായപ്പൊടികൾ ഇങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്. തുടർന്ന് ഗുണമേന്മ ഉറപ്പാക്കിയ ശേഷം ഇവ പാക്കറ്റുകളിലാക്കി മാർക്കറ്റിലേക്ക് അയക്കുന്നു. അവസാനം നമുക്ക് ചായ രുചിച്ചു നോക്കാനുള്ള അവസരവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ചായ കുടിച്ചു നോക്കി തന്നെ നമുക്കിതിൻ്റെ രുചിയും തനിമയും തിരിച്ചറിയാവുന്നതാണ്. ദൊഡ്ഡബെട്ട ടീ ഫാക്ടറിയിൽ ഒരു ഷോപ്പിംഗ് സെൻറ്റർ കൂടിയുണ്ട്. ചായയുടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ, യൂക്കാലിപ്സ് എണ്ണകൾ, പിന്നെ ചോക്ലേറ്റ്, ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി തന്നെയുണ്ട്. ഇവിടെയുള്ള ചോക്ലേറ്റ് ഫാക്ടറി കൂടി നമുക്ക് കാണാം. ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ നമുക്ക് തുടർന്ന് കാണാം. ചാന്ദനി ചിങ്കാരി ചിപ്പി വളക്കിന്നാരി നീ